ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ രുചികരമായ ഉപ്പുമാങ്ങ ചട്നിയുടെ റെസിപ്പിയുമായാണ്. അതിനാദ്യമായി ഒരു മുറി നാളികേരം ചിരകിയെടുക്കുക. 2 ഉപ്പുമാങ്ങ, അത്യാവശ്യം വലിപ്പമുള്ള ഉപ്പുമാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കപ്പ് നല്ല പുളിയുള്ള തൈര്, പുളിയാണ് ഇതിൻ്റെ ടേസ്റ്റ്. പിന്നെ അതിലേക്ക് വേണ്ട ആവശ്യത്തിന് വറ്റൽമുളക്, എരിവ് കൂടുതൽ വേണ്ടവർക്ക് 10 മുളകിനപ്പുറം ഇടാം, അല്ലാത്തവർക്ക് ഇതിൻ്റെ കുറവ് ഉപയോഗിച്ചാൽ മതിയാകും. അതിലേക്ക് താളിച്ചിടാനുള്ള മുളക്, കടുക്, കറിവേപ്പില എന്നിവ എടുക്കുക. അതിനുശേഷം ഈ നാളികേരം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത്, നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നീട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മാങ്ങ, അതിൻ്റെ കാമ്പും തോലും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഈ പുളിയുള്ള മോര്, നമ്മൾ 1 കപ്പ് എടുത്ത് വെച്ച മോര് ഒഴിക്കുക. അതിനാവശ്യമായ മുളക് നമ്മൾ എടുത്തു വെച്ചത് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർക്കാം. വളരെ രുചികരമായ ഒരു വിഭവമാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. നമ്മളത് നന്നായി മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തു. എന്നിട്ട് നമ്മളൊരു ബൗളിലേക്ക് അത് ഒഴിക്കാം. എൻ്റെ അമ്മ ഞാൻ ചെറുപ്പത്തിലാവുന്ന സമയത്ത്, സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി തരാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയതുകൊണ്ട് തന്നെ അമ്മ ഇടയ്ക്ക് ഉണ്ടാക്കി തന്നായിരുന്നു. വളരെ രുചികരമായ ഒരു വിഭവമാണിത്. നമ്മൾ അത്യാവശ്യം വേണ്ട വെള്ളം അതിൽ ചേർത്ത് ഒരു പാത്രത്തിലിട്ട് നന്നായിട്ട് അത് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് വറവിടേണ്ട ആവശ്യമുണ്ട്. അതിനൊരു ചെറിയ ചട്ടി അടുപ്പിൽ വെച്ച് നമുക്ക് ആദ്യം കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പച്ചമുളകും കറിവേപ്പിലയും ഇട്ടുകൊണ്ട് അത് താളിക്കാം. എല്ലാം നന്നായി കൊത്തി മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ വറവ് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ചട്നിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. വളരെ നല്ല രസകരമായ ഒരു മണമാണ് വരുന്നത്. എൻ്റെ അമ്മയെ ഓർമ്മിപ്പിക്കുന്ന ആ ഒരു മണം കേൾക്കുമ്പോൾ തന്നെ വളരെയധികം സന്തോഷം. നിങ്ങളെല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.